എല്ലാവർക്കും നമസ്കാരം. അനന്ത വീക്കെൻഡ് ഡയറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 1947 പ്രതിധ്വനികൾ. ഇന്ത്യയിലെ ജനസംഖ്യാ ഭൂപടം തിരുത്തി എഴുതുന്ന സമിതി. 1947 വിഭജനം ഒരു വലിയ പ്രദേശത്തെ വിവിധ രാജ്യങ്ങളായി മാറ്റിയതു മുതൽ അതിർത്തി കടന്നുള്ള ജനങ്ങളുടെ വരവും പോക്കും ഒരിക്കലും പൂർണ്ണമായി നിന്നിട്ടില്ല. അടുത്തിടെ ഡെമോഗ്രാഫി, അതായത് ജനന നിരക്ക്, വാർദ്ധക്യം, ജനങ്ങൾ എവിടെ താമസിക്കുന്നു തുടങ്ങിയ മനുഷ്യ ജനസംഖ്യയെ കുറിച്ചുള്ള സ്ഥിതി വിവര പഠനം പരിശോധിക്കാൻ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് PV നവലേക്കറുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഒരു ഉന്നതതല സമിതി രൂപീകരിച്ചത് വലിയ വാർത്തയായിരുന്നു. ദേശീയ സുരക്ഷയും പൊതുവിഭവങ്ങളും സംരക്ഷിക്കുന്നതിനായി അനധികൃത കുടിയേറ്റം കണ്ടെത്തുക, വിവിധ വിഭാഗങ്ങൾക്കിടയിലെ അസ്വാഭാവികമായ ജനസംഖ്യാ മാറ്റങ്ങൾ മാപ്പ് ചെയ്യുക, നിയമപരമായ നാടുകടത്തലിന് ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നിവയാണ് സർക്കാരിന്റെ ലക്ഷ്യം. എന്നാൽ ഇത് വലിയൊരു ദേശീയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. കടുത്ത രേഖാ പരിശോധനകൾ കാരണം മറ്റു രാജ്യങ്ങൾ തിരികെ സ്വീകരിക്കാത്ത ആയിരക്കണക്കിന് ആളുകൾ രാജ്യമില്ലാത്തവരായി മാറുന്ന ഒരു ഡെമോഗ്രാഫിക് ഡെഡ്ലോക്ക് ഇതിലൂടെ ഉണ്ടായേക്കാമെന്ന് വിമർശകർ ഭയപ്പെടുന്നു. ഈ വെല്ലുവിളി ഇന്ത്യക്ക് മാത്രമല്ല ഉള്ളത്. സ്വിറ്റ്സർലാൻഡിൽ ജനസംഖ്യ 10 മില്യണായി പരിമിതപ്പെടുത്താനുള്ള നിർദ്ദേശം വോട്ടർമാർ തള്ളിക്കളഞ്ഞത് മനുഷ്യരുടെ എണ്ണം നിയന്ത്രിക്കുക എന്നത് ഒരു ആഗോള പസിൽ ആണെന്ന് തെളിയിക്കുന്നു. അതിർത്തികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ഇന്ത്യയുടെ യഥാർത്ഥ മാറ്റങ്ങളായ കുറയുന്ന ജനനനിരക്കും വർദ്ധിക്കുന്ന വാർദ്ധക്യവും നാം കാണാതെ പോകുകയാണെന്ന് പല വിദഗ്ധരും വാദിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ ആരോഗ്യ സംവിധാനങ്ങൾ പ്രതിസന്ധിയിലായതിനാൽ ആശ്രയിച്ചു കഴിയുന്നവരെക്കാൾ കൂടുതൽ ജോലി ചെയ്യാൻ പ്രായമുള്ള യുവാക്കൾ ഉള്ള ആ സുവർണ അവസരമായ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉപയോഗപ്പെടുത്തുന്നതിനായുള്ള സമയം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഒരു രാജ്യം അവരുടെ യുവാക്കളെ പഠിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും പകരം അതിർത്തികൾ കാക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചാൽ അതിന് എപ്പോഴെങ്കിലും ഒരു ആഗോള വൻശക്തിയാകാൻ സാധിക്കുമോ? ഇന്ത്യയുടെ റെക്കോർഡ് വ്യാപാരത്തിലെ ഇരുതലമൂർച്ചയുള്ള വാൾ. 2026 മെയ്യിൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളും ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സേവനങ്ങളും വിദേശ രാജ്യങ്ങൾക്ക് വൻതോതിൽ വിറ്റു. ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് വിൽക്കുന്നതിനെ കയറ്റുമതി എന്ന് വിളിക്കുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ഒരു ബാരലിന് $100 വിലയുള്ള ക്രൂഡ് ഓയിൽ ഉൾപ്പെടെയുള്ള വിദേശ സാധനങ്ങൾ ഇന്ത്യ വൻതോതിൽ വാങ്ങിക്കൂട്ടി. ഇതിനെ ഇറക്കുമതി എന്ന് പറയുന്നു. കയറ്റുമതിയിലൂടെ കിട്ടിയ പണത്തേക്കാൾ കൂടുതൽ തുക ഇറക്കുമതിക്കായി ചിലവായപ്പോൾ ഇന്ത്യയുടെ വ്യാപാര കമ്മി $10.5 ബില്യൺ ആയി ഉയർന്നു. വിദേശ രാജ്യങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്നതിലൂടെ ഇന്ത്യക്ക് $17.7 ബില്യൺ ലാഭം ഉണ്ടായെങ്കിലും സാധനങ്ങൾ വാങ്ങിയതിലെ $28.2 ബില്യൺ വൻ നഷ്ടം മൊത്തം കണക്കിനെ ബാധിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധക്കപ്പൽ തടസ്സങ്ങൾ മറികടക്കാൻ ഇന്ത്യൻ വ്യാപാരികൾ തങ്ങളുടെ ചരക്കുകൾ ഒമാനിലെ ദുഃഖം, സോഹാർ, സലാല എന്നീ 3 സുരക്ഷിത തുറമുഖങ്ങൾ വഴി തിരിച്ചുവിട്ടു. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ ഒപ്പുവെച്ച സമാധാന കരാറുകളിലൂടെ ആഗോള വിപണി ശാന്തമാകുകയും എണ്ണവില കുറയാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഇത് ഇന്ത്യയുടെ മൊത്തം വ്യാപാര കണക്കിനെയും രൂപയുടെ മൂല്യത്തെയും എങ്ങനെ ബാധിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഹോർമുസ് കടലിടുക്ക്, ആഗോള കപ്പൽപാതയിലെ തർക്കങ്ങൾ. ലോകത്തിലെ ഇന്ധനത്തിന്റെ 1/5 കടന്നുപോകുന്ന അതീവ പ്രാധാന്യമുള്ള ഒരു ഇടുങ്ങിയ കപ്പൽപാതയാണ് ഹോർമുസ് കടലിടുക്ക്. അടുത്തിടെയുണ്ടായ സംഘർഷങ്ങൾക്ക് ശേഷം ഈ പാത വീണ്ടും തുറക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാർ ഒപ്പിട്ട വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നത്. എന്നാൽ കപ്പൽ ഗതാഗതം സാധാരണ നിലയിലായി എന്ന രാഷ്ട്രീയ പ്രസ്താവനകളും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പാതയിൽ ഇപ്പോഴും സമുദ്ര മൈനുകളുടെ ഭീഷണിയുള്ളതിനാൽ 600ഓളം ചരക്കു കപ്പലുകൾ യാത്ര തുടരാനാകാതെ ഇറാന്റെയും ഒമാന്റെയും തീരങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഈ പാത തുറന്നു കിട്ടേണ്ടത് അത്യാവശ്യമാണ്. ഭാരത് മാരിടൈം പൂൾ എന്ന ഇൻഷുറൻസ് സുരക്ഷാ പദ്ധതിയിലൂടെ ഇന്ത്യ കപ്പലുകളുടെ യുദ്ധകാല ഇൻഷുറൻസ് നിരക്കുകൾ പകുതിയായി കുറച്ചു. കൂടാതെ ഗൾഫ് ഇതര രാജ്യങ്ങളിൽ നിന്ന് വളം ഇറക്കുമതി ചെയ്ത് രാജ്യത്തെ കൃഷിയെ പ്രതിസന്ധിയിൽ നിന്നും സർക്കാർ സംരക്ഷിച്ചു. നിലവിൽ ബ്രിട്ടീഷ്, ഫ്രഞ്ച് നാവികസേനകൾ ഇവിടെയുള്ള മൈനുകൾ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സാധാരണയായി ഇത്തരം പ്രകൃതിദത്ത കടലിടുക്കുകളിലൂടെയുള്ള യാത്ര പൂർണ്ണമായും സൗജന്യമാണ്. എന്നാൽ പരിസ്ഥിതി സംരക്ഷണത്തിനും സുരക്ഷാ സഹായത്തിനുമായി കപ്പലുകളിൽ നിന്ന് സർവീസ് ഫീസ് ഈടാക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചത് പുതിയ നിയമ തർക്കങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. പ്രകൃതിദത്തമായ ഒരു അന്താരാഷ്ട്ര സമുദ്രപാതയിൽ ഇത്തരത്തിൽ ഫീസ് ഈടാക്കാൻ തുടങ്ങിയാൽ അത് ഭാവിയിൽ ആഗോള വ്യാപാര നിയമങ്ങളെ എങ്ങനെ മാറ്റിമറിക്കും? ഫാക്ടറി വിലകളുടെ രഹസ്യം. ഇന്ത്യ എന്തുകൊണ്ട് വിലക്കയറ്റം അളക്കുന്ന രീതി മാറ്റുന്നു? കടയിൽ നിന്ന് ഒരു ചിപ്സ് പാക്കറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ നൽകുന്നത്
ചില്ലറ വിലയാണ്. എന്നാൽ അതിനു മുൻപ് ഫാക്ടറിയിൽ വെച്ച് ഈ സാധനങ്ങൾ മൊത്തമായി വാങ്ങുന്ന വിലയെ അളക്കുന്ന രീതിയാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില 61.5% ഉയർന്നതോടെ ഇന്ത്യയിലെ മൊത്ത വ്യാപാര വിലക്കയറ്റം 9.7% എന്ന ഉയർന്ന നിരക്കിലെത്തി. ഇതാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയാൻ കാരണം. കഴിഞ്ഞ വർഷത്തെ കുറഞ്ഞ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ വിലക്കയറ്റം വളരെ കൂടുതലായി തോന്നുന്ന പ്രതിഭാസത്തെ ബേസ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു. അന്താരാഷ്ട്ര നാണയനിധിയുടെ നിർദ്ദേശപ്രകാരം കൂടുതൽ കൃത്യതയ്ക്കായി അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യ WPI പൂർണ്ണമായും നിർത്തലാക്കി പകരം പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് കൊണ്ടുവരും. WPIയിൽ നിന്നും വ്യത്യസ്തമായി നികുതികളും ഗതാഗത ചെലവുകളും ഒഴിവാക്കി ഒരു ഉൽപ്പന്നത്തിന്റെ യഥാർത്ഥ നിർമ്മാണ ചെലവ് മാത്രമാണ് PPI അളക്കുന്നത്. ഇതിലൂടെ ബാങ്കിംഗ്, ടെലികോം തുടങ്ങിയ സേവന മേഖലകളിലെ വിലമാറ്റവും കൃത്യമായി അറിയാം. അങ്ങനെയാണെങ്കിൽ ഫാക്ടറിയിലെ ഈ വിലക്കയറ്റം എത്ര നാളുകൾക്കുള്ളിൽ നിങ്ങളുടെ പോക്കറ്റിനെ ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആകാശം മാറുന്നു, ഡ്രോണുകൾ മാറ്റിയെഴുതിയ യുദ്ധ നിയമങ്ങൾ. ഒരു സ്മാർട്ട് ഫോണിനേക്കാൾ വില കുറഞ്ഞ ഒരു ചെറിയ റോബോട്ടിന് കോടികൾ വിലയുള്ള ഒരു യുദ്ധ ടാങ്കിനെ തകർക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഇതാണ് ഇന്ന് ലോകത്തെ മാറ്റിമറിക്കുന്ന ഏറ്റവും പുതിയ യുദ്ധരീതി. പണ്ട് വലിയ യുദ്ധവിമാനങ്ങളും കപ്പലുകളുമുള്ള പണക്കാരായ രാജ്യങ്ങൾക്കായിരുന്നു യുദ്ധത്തിൽ മേൽക്കൈ. എന്നാൽ ഇന്ന് അൺമാനഡ് ഏരിയൽ സിസ്റ്റം അഥവാ നമ്മൾ സാധാരണ വിളിക്കുന്ന ഡ്രോണുകൾ ആ നിയമങ്ങളെല്ലാം തിരുത്തി കുറിച്ചു. വളരെ ലളിതമായ ക്യാമറ ഡ്രോണുകളെ പോലും മാരക ആയുധങ്ങളാക്കി മാറ്റാൻ ഇന്ന് സാധിക്കും. പൈലറ്റ് പ്രത്യേക കണ്ണടകൾ ധരിച്ച് തത്സമയ ദൃശ്യങ്ങൾ കണ്ട് നിയന്ത്രിക്കുന്ന ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ ഇന്ന് ബോംബുകൾ വഹിച്ചുകൊണ്ട് ശത്രുക്കളുടെ മേൽ നേരിട്ട് ചെന്ന് ഇടിച്ചു തകരുന്ന ലോഡറിംഗ് മ്യൂണീഷ്യൻസ് ആയി പ്രവർത്തിക്കുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ ആകാശത്ത് വെച്ച് ശത്രു ഡ്രോണുകളെ വലയെറിഞ്ഞു പിടിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദ്യകൾ പോലും രാജ്യങ്ങൾ വികസിപ്പിച്ചു കഴിഞ്ഞു. ഈ മാറ്റം ഉൾക്കൊണ്ട് ഇന്ത്യയും 2035ഓടെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഒരു സമ്പൂർണ്ണ പ്രതിരോധ തീർക്കാൻ മിഷൻ സുദർശൻ ചക്ര എന്ന പദ്ധതിക്ക് തുടക്കമിട്ടു. അതിർത്തികൾ കാക്കാൻ ശബ്ദമില്ലാതെ പറന്ന് ആക്രമിക്കാൻ കഴിയുന്ന നാഗാസ്ത്ര ഒന്നുപോലെയുള്ള സ്വന്തം ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഡ്രോണുകൾക്ക് സ്വയം ചിന്തിച്ച് ആക്രമിക്കാൻ കഴിയുമെങ്കിലും അന്തിമമായ ആക്രമണ തീരുമാനം ഒരു മനുഷ്യൻ തന്നെ എടുക്കണം എന്ന ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് നിയമം അന്താരാഷ്ട്ര തലത്തിൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. എങ്കിലും ഭാവിയിൽ കൃത്രിമ ബുദ്ധി ആകാശത്തെ ഭരിക്കുമ്പോൾ യുദ്ധത്തിന്റെ കൊടുമ്പിരി കൊള്ളലിലും യന്ത്രങ്ങളുടെ അൽഗോരിതങ്ങൾ മനുഷ്യന്റെ നന്മയെ മറികടക്കാതിരിക്കാൻ നമ്മൾ എങ്ങനെ ഉറപ്പാക്കും? അദൃശ്യമായ അതിര് AIക്ക് എന്തുകൊണ്ടാണ് തീവ്ര കാലാവസ്ഥ പ്രവചിക്കാൻ കഴിയാത്തത്? കഴിഞ്ഞ 2 വർഷമായി ഗൂഗിളിന്റെ ഗ്രാഫ് കാസ്റ്റ് പോലെയുള്ള കൃത്രിമ ബുദ്ധി മാതൃകകൾ അതിവേഗത്തിൽ കാലാവസ്ഥ പ്രവചിച്ചുകൊണ്ട് പരമ്പരാഗത സൂപ്പർ കമ്പ്യൂട്ടറുകളെ പോലും പിന്നിലാക്കിയിരുന്നു. എന്നാൽ സയൻസ് അഡ്വാൻസ് ജേണലിൽ വന്ന പുതിയ പഠനം വ്യക്തമാക്കുന്നത് റെക്കോർഡുകൾ ഭേദിക്കുന്ന കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രവചിക്കുന്നതിൽ AI പരാജയപ്പെടുന്നു എന്നാണ്. യൂറോപ്യൻ സെന്ററിന്റെ HRES പോലെയുള്ള പരമ്പരാഗത രീതികൾ പ്രകൃതി നിയമങ്ങളും ഭൗമശാസ്ത്രവും അടിസ്ഥാനമാക്കിയുള്ള ന്യൂമറിക്കൽ മോഡലിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അതിനാൽ മുൻപ് സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും ഇവയ്ക്ക് കൃത്യമായി കണക്കുകൂട്ടാനാകും. എന്നാൽ AI മാതൃകകൾ ഡാറ്റ ഡ്രൈവൻ ആണ്. അതായത് 1979 മുതൽ 2017 വരെയുള്ള കഴിഞ്ഞ കാല വിവരങ്ങൾ മാത്രമാണ് ഇവ പഠിച്ചിട്ടുള്ളത്. ഇവിടെയാണ് എക്സ്ട്രാപോളേഷൻ പ്രശ്നം ഉണ്ടാകുന്നത്. തങ്ങൾക്കറിയാവുന്ന പരിധിക്കുള്ളിലെ സാധാരണ കാലാവസ്ഥ പ്രവചിക്കാൻ AI മിടുക്കനാണെങ്കിലും അതിനു പുറത്തുള്ള പുതിയ സാഹചര്യങ്ങളെ പ്രവചിക്കാൻ ഇവയ്ക്ക് കഴിയില്ല. മുൻപ് അനുഭവപ്പെട്ടിട്ടില്ലാത്ത കടുത്ത ഉഷ്ണതരംഗങ്ങൾ ഉണ്ടായപ്പോൾ താപനില ഉയരുന്നതിന് ഒരു അദൃശ്യമായ അതിര് ഉള്ളതുപോലെയാണ് AI പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ തീവ്രത പ്രവചിക്കാൻ അതിന് കഴിഞ്ഞില്ല. ഇതിന് പരിഹാരമായി ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റത്തിലൂടെ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഫിസിക്സ് ഇൻഫോംഡ് ന്യൂറൽ നെറ്റ്വർക്കുകൾ എന്ന ഹൈബ്രിഡ് രീതിയിലേക്ക് മാറുകയാണ്. ഇത് AI സാങ്കേതിക വിദ്യയെ പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിതമാക്കുന്നു. ഭൂതകാലം മാത്രം അറിയാവുന്ന AIക്ക് പ്രവചനാതീതമായ നമ്മുടെ ഭാവിയെ ശരിക്കും മുൻകൂട്ടി കാണാൻ കഴിയുമോ? ഒരു ആഗോള വഴിത്തിരിവോ അതോ താൽക്കാലിക ശാന്തതയോ? ലോകത്തിലെ 20% പെട്രോളിയവും കടന്നുപോകുന്ന ഗൾഫ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽപാതയാണ് ഹോർമൂസ് കടലിടുക്ക്. ഈ തന്ത്രപ്രധാനമായ പാതയിലൂടെയുള്ള വ്യാപാരം തടസ്സപ്പെടുകയും ആഗോളതലത്തിൽ ഇന്ധനവില ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഇപ്പോൾ ഒരു സുപ്രധാന സമാധാന കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്.
തർക്കങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിച്ച് മേഖലയിൽ 60 ദിവസത്തെ വെടിനിർത്തൽ കൊണ്ടുവരാനും ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ച് ചർച്ചകൾ നടത്താനും ഈ കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ആഗോള വിപണിയിലെ എണ്ണവില പെട്ടെന്ന് കുറയ്ക്കാൻ ഇത് സഹായിക്കുമെങ്കിലും ഉപരോധങ്ങളും ആണവ പരിശോധനകളും സംബന്ധിച്ച അടിസ്ഥാന പ്രശ്നങ്ങൾ അടുത്ത 2 മാസത്തിനുള്ളിൽ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സമാധാന പ്രശ്നങ്ങൾ വീണ്ടും പരാജയപ്പെടുമോ? മെഡിക്കൽ ബുദ്ധിയും AI അൽഗോരിതവും. നിങ്ങളുടെ പക്കൽ ഒരു പസിലിന്റെ പകുതി കഷ്ണങ്ങൾ മാത്രമുണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കും? ഇന്ന് ആരോഗ്യരംഗം നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണിത്. മനുഷ്യനെ പോലെ ഭാഷ മനസ്സിലാക്കാൻ വൻതോതിൽ വിവരങ്ങൾ നൽകി പരിശീലിപ്പിച്ച കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് ലാർജ് ലാംഗ്വേജ് മോഡലുകൾ. സങ്കീർണമായ മെഡിക്കൽ പദങ്ങളെ ലളിതമായി വിശദീകരിക്കാനുള്ള ഇവയുടെ കഴിവ് ഇപ്പോൾ ലോകമെങ്ങും വലിയ വാർത്തയാണ്. പ്രത്യേകിച്ച് അർബുദ രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും പഠിക്കുന്ന ഓങ്കോളജി എന്ന വിഭാഗത്തിൽ രോഗനിർണയ റിപ്പോർട്ടുകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇവ രോഗികളെ സഹായിക്കുന്നു. വിദൂര നഗരങ്ങളിലുള്ളവർക്ക് പോലും വിദഗ്ധ ഡോക്ടറെ കാണാനും മുൻപ് തന്നെ ചികിത്സാ രീതികളെ കുറിച്ച് പ്രാഥമിക അറിവ് നേടാൻ ഇത് വഴി തുറക്കുന്നു. എന്നാൽ വെറും വിവരങ്ങൾ കൈവശമുണ്ടാകുന്നതും ഒരു ഡോക്ടറുടെ ക്ലിനിക്കൽ ജഡ്ജ്മെന്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. രോഗിയുടെ ശരീരപ്രകൃതിയോ വ്യക്തിപരമായ സാഹചര്യങ്ങളോ മനസ്സിലാക്കാൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾക്ക് കഴിയില്ല. പൊതുവായ വിവരങ്ങൾ മാത്രം നൽകുന്നതിനാൽ ഇത് ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങൾക്കും ചികിത്സ വൈകുന്നതിനും കാരണമായേക്കാം. വർഷങ്ങളുടെ പരിചയ സമ്പത്തിലൂടെയും രോഗികളെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയുമാണ് ഡോക്ടർമാർ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ സാങ്കേതിക വിദ്യ നൽകുന്ന വിവരങ്ങളും ഡോക്ടറുടെ അനുഭവ സമ്പത്തും നമ്മൾ എങ്ങനെയാണ് ഒരേ സമയം പ്രയോജനപ്പെടുത്തേണ്ടത്? ആരോഗ്യ വിവരങ്ങളിലെ വൈവിധ്യം ഇന്ത്യ നേരിടുന്ന പ്രതിസന്ധി. നിങ്ങളുടെ സ്കൂൾ പ്രോഗ്രസ് കാർഡ് വരുമ്പോൾ തോറ്റ വിഷയങ്ങൾ നന്നാക്കുന്നതിന് പകരം ജയിച്ച മാർക്കുകൾ മാത്രം ആഘോഷിക്കുകയും മാർക്ക് കുറഞ്ഞത് മുതലെടുത്ത് കമ്പനികൾ നിങ്ങൾക്ക് വില കൂടിയ ട്യൂഷൻ ആപ്പുകൾ വിൽക്കാൻ നോക്കുകയും ചെയ്താൽ എങ്ങനെയായിരിക്കും? ഇതാണ് ഇന്ത്യയിലെ ആരോഗ്യ വിവരങ്ങളുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. അടുത്തിടെ രാജ്യത്തെ കുടുംബങ്ങളുടെ ആരോഗ്യസ്ഥിതി വ്യക്തമാക്കുന്ന ദേശീയ കുടുംബാരോഗ്യ സർവേ പുറത്തു വന്നു. എന്നാൽ പ്രമേഹം, അമിതവണ്ണം, രക്തസമ്മർദ്ദം തുടങ്ങിയ പകർച്ചേതര രോഗങ്ങൾ കൂടുന്നതായി ഈ റിപ്പോർട്ട് കാണിക്കുമ്പോൾ സർക്കാർ അടിയന്തര നടപടി എടുക്കുന്നതിന് പകരം സ്വകാര്യ കമ്പനികൾ ഇത് തങ്ങളുടെ ബിസിനസ് അവസരമാക്കി മാറ്റുന്നു. അവർ ഫിറ്റ്നസ് ആപ്പുകളും വില കൂടിയ പരിശോധനകളും വിൽക്കാൻ തുടങ്ങും. ഇതോടൊപ്പം ആളുകൾക്ക് സ്വന്തം കയ്യിൽ നിന്ന് ചികിത്സയ്ക്കായി ചിലവാക്കേണ്ടി വരുന്ന തുകയെക്കുറിച്ചുള്ള വിവരങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. മരുന്നുകൾക്കായി വലിയൊരു തുക സ്വന്തം പോക്കറ്റിൽ നിന്ന് നൽകേണ്ടി വരുന്നത് സാധാരണക്കാരെ തളർത്തുന്നുണ്ട്. ഈ വിവരങ്ങൾ കൃത്യസമയത്ത് വിശകലനം ചെയ്യാൻ വൈകുന്നതിനാൽ പരിഹാരങ്ങളും വൈകുന്നു. ഇതിന് മാറ്റം വരണമെങ്കിൽ സർവേ നടന്ന് 45 ദിവസത്തിനകം ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും ആരോഗ്യ ബഡ്ജറ്റ് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നേരിട്ട് നിശ്ചയിക്കുകയും വേണം. നമ്മുടെ രാജ്യത്ത് ആരോഗ്യ വിവരങ്ങൾ വെറും ഒരു പരസ്യമാകാതെ രോഗം കൃത്യമായി കണ്ടെത്തി ചികിത്സിക്കുന്ന ഒരു എക്സ്റേ പോലെ പ്രവർത്തിക്കേണ്ടതില്ലേ? ഹോർമൂസ് കടലിടുക്ക് സൗജന്യ യാത്രയോ അതോ ടോളോ? ലോകത്തിലെ 20% പെട്രോളിയവും കടന്നുപോകുന്ന ഒരു പ്രധാന കടൽ പാതയാണ് ഹോർമൂസ് കടലിടുക്ക്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ സമാധാന ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രദേശം ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. അന്താരാഷ്ട്ര നിയമപ്രകാരം പ്രകൃതിദത്തമായ ഇത്തരം കടലിടുക്കുകളിലൂടെയുള്ള കപ്പൽ യാത്രകൾ പൂർണ്ണമായും സൗജന്യമാണ്. എന്നാൽ മനുഷ്യനിർമ്മിത കനാൽ ആയ സൂയസ് കനാലിൽ വൻതുക ഫീസ് ഈടാക്കാറുണ്ട്. ഇപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഇവിടെ പുതിയ സർവീസ് ചാർജ് ഏർപ്പെടുത്താനും കപ്പലുകളുടെ വിവരങ്ങൾ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യാനും ഇറാൻ പദ്ധതിയിടുന്നു. പ്രകൃതിദത്ത കടൽപ്പാതകളിൽ ഫീസ് നൽകുന്നതിനെ അന്താരാഷ്ട്ര കപ്പൽ കമ്പനികൾ ശക്തമായി എതിർക്കുന്നതിനാൽ ഇത് വലിയ ആഗോള ചർച്ചയായിട്ടുണ്ട്. ഈ പുതിയ നിയമം കടൽ യാത്രകളുടെ സ്വാതന്ത്ര്യത്തെ മാറ്റിമറിക്കുമോ? അതോ ആഗോള വ്യാപാരത്തിനായി കടലുകൾ ഇപ്പോഴത്തെ പോലെ സൗജന്യമായി തുടരുമോ? ജലസമൃദ്ധിയിലേക്ക് ഇന്ത്യയുടെ ജലവിപ്ലവം. ഒരു ബക്കറ്റ് വെള്ളം 18 പേർ ചേർന്ന് പങ്കുവെക്കേണ്ടി വരുന്ന സാഹചര്യം ആലോചിച്ചു നോക്കൂ. ലോക ജനസംഖ്യയുടെ 18% ഉണ്ടായിട്ടും വെറും 4% ശുദ്ധജലം മാത്രമുള്ള ഇന്ത്യ നേരിട്ട വലിയ പ്രതിസന്ധിയായിരുന്നു ഇത്. ഇതിന് പരിഹാരമായി വെള്ളത്തെ പല വിഭാഗങ്ങളായി കാണാതെ എല്ലാ ജലസ്രോതസ്സുകളെയും ഒന്നിപ്പിക്കുന്ന ഇന്റഗ്രേറ്റഡ് വാട്ടർ മാനേജ്മെന്റ് എന്ന പുതിയ രീതി ഇന്ത്യ നടപ്പിലാക്കി. ഈ പദ്ധതികൾ വലിയ വിജയമാകുന്നതിനാലാണ് ഇത് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ഇതിന്റെ ഭാഗമായി വന്ന സ്വച്ഛ് ഭാരത് മിഷൻ ലക്ഷക്കണക്കിന് ആളുകളെ രോഗങ്ങളിൽ നിന്ന് രക്ഷിച്ചു. തുടർന്ന് വന്ന ജൽ ജീവൻ മിഷൻ ഗ്രാമീണ മേഖലകളിലെ
പൈപ്പ് വെള്ള കണക്ഷൻ 17% നിന്നും 81%-ലധികമായി ഉയർത്തി. ഒപ്പം നമാമി ഗംഗെ പദ്ധതിയിലൂടെ ഗംഗാ നദിയിലെ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കുറയ്ക്കാനും നദിയെ ശുദ്ധീകരിക്കാനും സാധിച്ചു. ഇന്ന് ജൽ സഞ്ജയ്, ജൽ ജഗീദാരി പോലുള്ള ജനകീയ കൂട്ടായ്മകളിലൂടെ ഭൂഗർഭജലം റീചാർജ് ചെയ്യാനും കെൻബത്തി നദീ സംയോജന പദ്ധതി വഴി വരണ്ട പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. ജനപങ്കാളിത്തത്തോടെ ഇത്രയും വലിയ മാറ്റങ്ങൾ വരുത്താമെങ്കിൽ വരും നാളുകളിൽ ജലസംരക്ഷണത്തിനായി നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? നിക്കോബാർ ദ്വീപുകളിലെ ഭരണകൂട ചർച്ച. വോട്ട് എണ്ണുന്നതിന് പകരം കുടുംബങ്ങൾ സംസാരിച്ച് ഒരുമിച്ച് തീരുമാനമെടുക്കുന്ന നിക്കോബാറീസ് ജനതയുടെ പരമ്പരാഗത ഭരണ സംവിധാനത്തെ കുറിച്ച് നമ്മൾ മുൻപൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നല്ലോ. അതിലൊരു പുതിയ വാർത്താ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ പുരാതന രീതിയെ മാറ്റിമറിച്ച് അവിടെ ഒരു പുതിയ ഭരണഘടനാ ചട്ടക്കൂട് കൊണ്ടുവരാൻ പ്രാദേശിക ഭരണകൂടം ശ്രമിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ദ്വീപുകളിൽ ഓരോ 5 വർഷവും നിർബന്ധിത തെരഞ്ഞെടുപ്പ് നടത്താനും വില്ലേജുകളെ പ്രത്യേക വോട്ടിംഗ് മേഖലയായി തിരിക്കാനും സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്താനും വ്യവസ്ഥ ചെയ്യുന്നു. എന്നാൽ നിലവിലുള്ള കുടുംബങ്ങളെ വോട്ടിംഗ് അതിരുകളാക്കി മാറ്റുന്നത് തങ്ങളുടെ സംസ്കാരത്തെ തകർക്കുമെന്നും തിരഞ്ഞെടുപ്പ് ജനങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കുമെന്നും ഗോത്ര നേതാക്കൾ ഭയപ്പെടുന്നു. കൂടാതെ പുതിയ നിയമപ്രകാരം പുറത്തുനിന്നുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഗോത്രസഭകളുടെ ഏത് തീരുമാനവും റദ്ദാക്കാനുള്ള അധികാരം ലഭിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിനായി കഴിഞ്ഞ 4 വർഷമായി ഗോത്രസഭകൾ എതിർക്കുന്ന 92,000 കോടി രൂപയുടെ ഗ്രേറ്റ് നിക്കോബാർ വികസന പദ്ധതിയുമായി ഈ പുതിയ മാറ്റങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് വിദഗ്ധർ കരുതുന്നു. പരമ്പരാഗത നേതൃത്വത്തെ മാറ്റി തങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണസമിതി ഉണ്ടാക്കാനുള്ള ശ്രമമായാണ് പലരും ഇതിനെ കാണുന്നത്. ഇവിടെ ഒരു പ്രധാന ചോദ്യം ബാക്കിയാകുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി ഒരു സമൂഹത്തെ സമാധാനത്തോടെ മുന്നോട്ട് നയിക്കുന്ന ഒരു സംവിധാനത്തെ മാറ്റി ഉദ്യോഗസ്ഥ മേധാവിത്വമുള്ള വോട്ടിംഗ് രീതി അടിച്ചേൽപ്പിക്കുന്നത് യഥാർത്ഥ ജനാധിപത്യമാണോ അതോ അവർക്കുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കലാണോ? നദിയിലെ ജലപോരാട്ടം. ബംഗ്ലാദേശിന്റെ പുതിയ മെഗാ ബാരേജ്. നദികൾക്ക് വലിയ അന്താരാഷ്ട്ര നിർമ്മാണ മത്സരങ്ങൾക്ക് കാരണമാകാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഒഴുകുമ്പോൾ ഗംഗാ നദിക്ക് പറയുന്ന പേരാണ് പത്മ. ഈ പത്മ നദിയിൽ 2.1 കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ ബാരേജ് പണിയാൻ ബംഗ്ലാദേശിന് അനുമതി നൽകിയിരിക്കുകയാണ്. വേനൽക്കാലത്തെ കടുത്ത ജലക്ഷാമം പരിഹരിക്കാനും ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടായ സുന്ദർബൻസിനെ നശിപ്പിക്കുന്ന ഉപ്പുവെള്ളം കയറ്റം തടയാനുമാണ് ഈ പദ്ധതി. കൊൽക്കത്ത തുറമുഖത്തെ മണ്ണിടിച്ച് മാറ്റാൻ 1975 ഇന്ത്യ മുകളിൽ ഫറാക്ക ബാരേജ് നിർമ്മിച്ചതിനു ശേഷം ബംഗ്ലാദേശിൽ കടുത്ത ജലക്ഷാമം അനുഭവപ്പെട്ടിരുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 1996 ഗംഗാ ജലക്കരാർ 2026 ഡിസംബറിൽ അവസാനിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് 2,900 ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം സംഭരിക്കാൻ ശേഷിയുള്ള ഈ ബാരേജ് ബംഗ്ലാദേശ് പണിയുന്നത്. എന്നാൽ ഇത്തരം വലിയ കോൺക്രീറ്റ് ബാരേജുകൾ മണ്ണിടിഞ്ഞ് നദീതടം ഉയരാനും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും കാരണമാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കോൺക്രീറ്റ് തടസ്സങ്ങൾ പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുമെങ്കിൽ പ്രകൃതിക്ക് കോട്ടം തട്ടാതെ അയൽ രാജ്യങ്ങൾക്ക് എങ്ങനെ ഒരു നദിയെ കൃത്യമായി പങ്കിടാം? ഭീമൻ നിലവറ. കേന്ദ്ര ബാങ്ക് രാജ്യത്തിന്റെ വാലറ്റിന് കരുത്തേകുന്നത് എങ്ങനെ? നിങ്ങളുടെ കയ്യിൽ രാജ്യത്തെ മുഴുവൻ പണവും കൈകാര്യം ചെയ്യുന്ന, വിലക്കയറ്റം നിയന്ത്രിക്കുന്ന, സ്വർണം വാങ്ങുന്ന ഒരു വലിയ സമ്പാദ്യപ്പെട്ടി ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതാണ് നമ്മുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആകെ ആസ്തി 20% വർദ്ധിച്ച് 91.97 ലക്ഷം കോടി രൂപയിലെത്തിയതോടെയാണ് ഈയിടെ RBI വാർത്തകളിൽ നിറഞ്ഞത്. 1934 RBI ആക്ട് സെക്ഷൻ 47 പ്രകാരം അടിയന്തര സുരക്ഷാ ഫണ്ടായ കണ്ടിൻജന്റ് റിസ്ക് ബഫർ മാറ്റിവെച്ച ശേഷം ബാക്കി വരുന്ന ലാഭം RBI കേന്ദ്ര സർക്കാരിന് നൽകണം. വിമൽ ജലാൽ കമ്മിറ്റി ചട്ടങ്ങൾ പാലിച്ച് 2026 മെയ്യിൽ 2.87 ലക്ഷം കോടി രൂപയുടെ ചരിത്രപരമായ റെക്കോർഡ് തുകയാണ് RBI കേന്ദ്രത്തിന് കൈമാറിയത്. പുതിയ നികുതികൾ പിരിച്ചല്ല ഈ വരുമാനം ഉണ്ടാക്കിയത്, മറിച്ച് അന്താരാഷ്ട്ര ബോണ്ടുകളിൽ നിന്നുള്ള പലിശ $12 ബില്യൺ സ്വർണം വിറ്റ് വിദേശ കറൻസികളിൽ നിക്ഷേപമുണ്ടായ ലാഭം എന്നിവയിലൂടെയാണ്. ഈ വൻതുക കേന്ദ്ര സർക്കാരിന്റെ കടബാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കുമെങ്കിലും ഇതിലൊരു മറഞ്ഞിരിക്കുന്ന വശമുണ്ട്. ഈ ലാഭം നികുതിയേതര വരുമാനമായി കണക്കാക്കുന്നതിനാൽ ധനകാര്യ കമ്മീഷന്റെ വിഭജന പൂളിൽ ഉൾപ്പെടില്ല. അതായത് ഇതിന്റെ 0% മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുക.
ഇത് കേന്ദ്രത്തിന്റെ വലിയൊരു സാമ്പത്തിക നേട്ടം നൽകുകയും രാജ്യത്തിന്റെ പൊതുപണത്തിന്റെ തുലാസ് മാറ്റുകയും ചെയ്യുന്നു. കേന്ദ്ര ബാങ്കിന് സ്വന്തമായി ഇത്രയധികം പണമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഒരു സുപ്രധാന ചോദ്യം ബാക്കിയാകുന്നു. സർക്കാരിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി കേന്ദ്ര ബാങ്കിനെ അമിതമായി ആശ്രയിക്കുന്നത് അതിന്റെ സ്വയം ഭരണാധികാരത്തെ ബാധിക്കുന്നു. ഇത് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഭാവിയെ എങ്ങനെ മാറ്റിയെഴുതും? അന്യദേശത്തെ യുദ്ധം നിങ്ങളുടെ ഭക്ഷണവില കൂട്ടുന്നത് എന്തുകൊണ്ട്? ഒരുപാട് ദൂരെയുള്ള ഒരു യുദ്ധം നിങ്ങളുടെ ഭക്ഷണവിലയെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരേ സമയം ഉണ്ടായ രണ്ട് വലിയ പ്രതിസന്ധികളാണ് ഇതിന് കാരണം. ആദ്യത്തേത് പസഫിക് സമുദ്രത്തിലെ ജലനിരപ്പ് അസാധാരണമായി ചൂടാകുന്ന എൽ നിനോ പ്രതിഭാസം തിരിച്ചെത്തി. ഇത് ഇന്ത്യയിൽ മഴ കുറയാനും ശൈത്യകാലം ചുരുങ്ങാനും കാരണമായേക്കാം. രണ്ടാമതായി യുദ്ധം കാരണം ലോകത്തെ വളം കയറ്റുമതിയുടെ 1/3 നടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുപോയി. ഇതോടെ യൂറിയ, DAP തുടങ്ങിയ കാർഷിക വളങ്ങളുടെ വില ഇരട്ടിയായി. കൂടാതെ ഇന്ധനവില കൂടിയതോടെ ഭക്ഷ്യയോഗ്യമായ പാചക എണ്ണകൾ വ്യാപകമായി ബയോഡീസൽ നിർമ്മാണത്തിലേക്ക് തിരിച്ചുവിട്ടു. നിലവിൽ ഇന്ത്യയുടെ പക്കൽ 42 മില്യൺ ടണ്ണിലധികം ഗോതമ്പ് ശേഖരം ഉണ്ടെങ്കിലും ചില്ലറ വിൽപ്പനയിലെ ഭക്ഷണവില അളക്കുന്ന കൺസ്യൂമർ ഫുഡ് പ്രൈസസ് ഇൻഡെക്സ് ഉയരുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം കടുത്ത കൃഷിച്ചെലവും തുടർന്നാൽ വരും ദിവസങ്ങളിൽ സാധാരണക്കാരൻ ഭക്ഷണം താങ്ങാവുന്നത് എങ്ങനെയായിരിക്കും? ഇന്ത്യ കൂടുതൽ വേഗത്തിൽ വികസിക്കുകയാണ്. ഡാർക്ക് എനർജിയെ കുറിച്ചുള്ള തർക്കം. 1380 കോടി വർഷങ്ങൾക്ക് മുൻപ് ബിഗ് ബാങ് വഴിയാണ് പ്രപഞ്ചം ഉണ്ടായത്. ഗുരുത്വാകർഷണം കാരണം ഈ വികാസത്തിന്റെ വേഗത കുറയുമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതിയത്. എന്നാൽ 1998 പ്രപഞ്ചത്തിന്റെ വികാസത്തിന് വേഗത കൂടുകയാണെന്ന് അവർ കണ്ടെത്തി. ഡാർക്ക് എനർജി എന്ന അദൃശ്യ ശക്തിയാണ് ഇതിന് കാരണം. നമ്മുടെ പ്രപഞ്ചത്തിന്റെ 68% ഡാർക്ക് എനർജിയും 27% ഡാർക്ക് മാറ്ററും വെറും 5% മാത്രമാണ് നാം കാണുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അടങ്ങുന്ന സാധാരണ പദാർത്ഥവും. ഈ വികാസ വേഗത അളക്കാൻ ശാസ്ത്രജ്ഞർ ടൈപ്പ് 1A സൂപ്പർനോവകളെ ഉപയോഗിക്കുന്നു. ഇവ വൈറ്റ് ഡ്വാർഫ് എന്ന നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ചുണ്ടാകുന്നതാണ്. ഇവയുടെ യഥാർത്ഥ തിളക്കം എപ്പോഴും ഒരേപോലെ ആയതുകൊണ്ട് അകലം കണക്കാക്കാൻ ഇവ സഹായിക്കുന്നു. അടുത്തിടെ ഇതിനെ ചൊല്ലി ശാസ്ത്രലോകത്ത് വലിയൊരു തർക്കമുണ്ടായി. നക്ഷത്രങ്ങളിലെ പ്രായവ്യത്യാസം കാരണം മുൻപത്തെ കണക്കുകൂട്ടലുകളിൽ പിഴവ് പറ്റിയെന്നും പ്രപഞ്ചത്തിന്റെ വേഗത കുറയുകയാണെന്നും 2025 ഒരു പഠനം അവകാശപ്പെട്ടു. എന്നാൽ പ്രപഞ്ചം ഇപ്പോഴും കൂടുതൽ വേഗത്തിൽ തന്നെയാണ് വികസിക്കുന്നതെന്ന് പുതിയൊരു പഠനം ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നു. ഡാർക്ക് എനർജി ഇങ്ങനെ പ്രപഞ്ചത്തെ എപ്പോഴും അകറ്റിക്കൊണ്ടിരുന്നാൽ ഭാവിയിൽ ആകാശത്തെ നക്ഷത്ര സമൂഹങ്ങൾക്ക് എന്ത് സംഭവിക്കും? പോഷകാഹാര വൈരുദ്ധ്യം ഇന്ത്യയുടെ ആരോഗ്യ മുന്നേറ്റത്തിന് ഒരു ഭക്ഷണ പ്രശ്നം. ആശുപത്രി പ്രസവങ്ങൾ 90%-ലും കുട്ടികളുടെ വാക്സിനേഷൻ 87%-ലും എത്തിച്ച ഇന്ത്യ ചരിത്ര നേട്ടം കുറിച്ചത് നിങ്ങൾക്കറിയാമോ? ഈ വലിയ മുന്നേറ്റം കൊണ്ടാണ് അടുത്തിടെ പുറത്തുവരുന്ന ദേശീയ കുടുംബാരോഗ്യ സർവേ 6 വാർത്തകളിൽ നിറഞ്ഞത്. എന്നാൽ ഇതിലൊരു വിചിത്രമായ വൈവിധ്യമുണ്ട്. ആരോഗ്യ സൗകര്യങ്ങൾ കൂടിയെങ്കിലും കുട്ടികളുടെ പോഷകാഹാര നിലവാരം ഇപ്പോഴും പിന്നിലാണ്. പ്രായത്തിനൊത്ത ഉയരമില്ലായ്മ, വളർച്ചാ മുരടിപ്പ് 29.3% കുറഞ്ഞെങ്കിലും ഉയരത്തിനൊത്ത ഭാരമില്ലായ്മ, മെലിഞ്ഞുണങ്ങൽ മാറ്റമില്ലാതെ തുടരുന്നു. കാരണം ആശുപത്രി വിട്ടതിനു ശേഷം 6 മുതൽ 23 മാസം വരെയുള്ള കുട്ടികളിൽ 15% മാത്രമാണ് കൃത്യമായ ഭക്ഷണം ലഭിക്കുന്നത്. നല്ല ഭക്ഷണങ്ങളുടെ അമിത വില കാരണം പല കുടുംബങ്ങളും വില കുറഞ്ഞ പാക്കറ്റ് ഭക്ഷണങ്ങളെ ആശ്രയിക്കും. ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് കുട്ടികളെ നോക്കാൻ മതിയായ സമയവുമില്ല. ഇത് ഒഴിവാക്കാൻ ഇന്ത്യയുടെ പോഷൺ അഭിയാൻ പദ്ധതി കടുത്ത പോഷകാഹാരക്കുറവ് വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിന് പകരം കുട്ടിയുടെ ജീവിതത്തിലെ നിർണായകമായ ആദ്യ 1000 ദിവസങ്ങളിൽ തളർച്ച തടയുന്നതിലേക്ക് ശ്രദ്ധ മാറ്റേണ്ടതുണ്ട്. മുൻനിര ആരോഗ്യ പ്രവർത്തകരിലൂടെ എല്ലാ കുട്ടികൾക്കും വാക്സിനേഷൻ എത്തിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അവർക്ക് ഒരു നേരം നല്ല ഭക്ഷണം ഉറപ്പാക്കാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത്? ആപ്പ് നിരോധനം സുരക്ഷയോ സ്വാതന്ത്ര്യമോ? ഒരു പരീക്ഷയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ശൂന്യമായ ഫയൽ അപ്ലോഡ് ചെയ്യുകയും പരീക്ഷ കഴിഞ്ഞയുടൻ മെസ്സേജ് എഡിറ്റിംഗിൽ ഫീച്ചർ ഉപയോഗിച്ച് അതിന് പകരം ചേർന്ന ചോദ്യപേപ്പർ മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു ആപ്പിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. ഇതിൽ പഴയ സമയം തന്നെ കാണിക്കുന്നത് കൊണ്ട് പരീക്ഷയ്ക്ക് മുൻപേ പേപ്പർ ചോർന്നു എന്ന് തോന്നിപ്പിക്കുകയും ഇത് വലിയ പരിഭ്രാന്തി ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതേ കാരണത്താലാണ് നീറ്റ് UG പുനഃപരീക്ഷാ സമയത്ത് IT ആക്ടിലെ സെക്ഷൻ 69A ഉപയോഗിച്ച് സർക്കാർ ടെലിഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്.
പൊതുസമാധാനത്തിന് ഇത് അത്യാവശ്യമാണെന്ന് സർക്കാർ പറയുമ്പോൾ ഈ നടപടി ഹൈക്കോടതിയിൽ വലിയ നിയമ പോരാട്ടത്തിന് കാരണമായിട്ടുണ്ട്. നിയമവിരുദ്ധമായ ലിങ്കുകൾ വേഗത്തിൽ നീക്കം ചെയ്താൽ ഉപഭോക്താക്കളുടെ ഉള്ളടക്കത്തിന് തങ്ങൾ ഉത്തരവാദികളല്ല എന്ന സേഫ് ഹാർബർ സംരക്ഷണം സാധാരണയായി ഇത്തരം പ്ലാറ്റ്ഫോമുകൾക്കുണ്ട്. എന്നാൽ കുറച്ചു പേരുടെ തെറ്റുകൾ തടയാൻ 150 മില്യൺ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പ് പൂർണ്ണമായും നിരോധിക്കാൻ സർക്കാരിന് കഴിയുമോ? ഡിജിറ്റൽ നിയന്ത്രണങ്ങൾ എപ്പോഴും ജനങ്ങളെ ഏറ്റവും കുറച്ചു മാത്രം ബാധിക്കുന്ന രീതിയിലായിരിക്കണം എന്ന സുപ്രീം കോടതിയുടെ ചരിത്ര പ്രസിദ്ധമായ അനുരാധ ഭാസിംഗ് കേസിലെ പ്രൊഫഷണാലിറ്റി ടെസ്റ്റിന് വിരുദ്ധമാണിത്. പൊതുസമാധാനം നിലനിർത്താൻ ഡിജിറ്റൽ സംവിധാനങ്ങൾ പൂർണ്ണമായും നിരോധിക്കാമെങ്കിൽ ദേശീയ സുരക്ഷയും ഇന്റർനെറ്റിലെ നമ്മുടെ മൗലികമായ സ്വാതന്ത്ര്യവും തമ്മിലുള്ള അതിർവരമ്പ് നമ്മൾ എവിടെയാണ് നിശ്ചയിക്കുക? എന്തുകൊണ്ടാണ് ഇന്ത്യ സാമ്പത്തിക ഘടികാരം പുനഃക്രമീകരിക്കുന്നത്? നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോഴത്തെ അളവുകോൽ വെച്ച് ഇന്നത്തെ നിങ്ങളുടെ ഉയരം അളക്കുന്നത് ആലോചിച്ചു നോക്കൂ. ഇന്ത്യയുടെ ഡാറ്റ സമ്പ്രദായത്തിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങൾ വരാൻ കാരണവും ഇതാണ്. ഈ തകരാർ പരിഹരിക്കാൻ രാജ്യം അതിന്റെ ബേസ് ഇയർ പുതുക്കുകയാണ്. വിലക്കയറ്റവും സാമ്പത്തിക മാറ്റങ്ങളും കൃത്യമായി താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാനദണ്ഡമാണിത്. ഫെബ്രുവരിയിൽ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യമായ GDP 2022-23 അടിസ്ഥാന വർഷത്തിലേക്ക് മാറ്റി. ഇതോടൊപ്പം ജനങ്ങളുടെ ജീവിത ചെലവ് അളക്കുന്ന CPI 2024 പുതുക്കി. ജൂൺ ആദ്യത്തോടെ ഫാക്ടറി ഉൽപാദനം കണക്കാക്കുന്ന IIP പരിഷ്കരിച്ചു. ഒടുവിലായി മൊത്ത വ്യാപാര വില സൂചികയായ WPI പുതുക്കുകയും അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉൽപാദന ഘട്ടത്തിലെ വില വ്യതിയാനങ്ങൾ നേരിട്ടറിയാൻ PPI കൊണ്ടുവരാൻ തീരുമാനിക്കുകയും ചെയ്തു. 2011-12 കാലഘട്ടത്തിലെ പഴയ കണക്കുകൾക്ക് പകരമാണിത്. ഈ മാറ്റങ്ങൾ ഇന്ത്യയുടെ ആഗോള റേറ്റിംഗ് ഉയർത്തുമെങ്കിലും കൃത്യമായ ഒരു ജനസംഖ്യാ സെൻസസ് കൂടി യഥാസമയം പുറത്തുവിടാതെ രാജ്യത്തിന്റെ സാമ്പത്തിക യാഥാർത്ഥ്യം പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആഗോള വ്യാപാരത്തിലെ ഒളിഞ്ഞിരിക്കുന്ന മതിലുകൾ. ആഗോള വ്യാപാരം എന്നാൽ വെറും താരിഫുകൾ മാത്രമാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്നാൽ തെറ്റി. അടുത്തിടെ പുറത്തുവന്ന US ഇന്ത്യ വ്യാപാര വാർത്തകൾക്ക് പിന്നിലെ യഥാർത്ഥ വില്ലൻ നോൺ താരിഫ് ബാരിയറുകൾ അഥവാ നികുതിയേതര തടസ്സങ്ങളാണ്. സുരക്ഷാ സർട്ടിഫിക്കറ്റുകൾ, പാക്കേജിംഗ് നിയമങ്ങൾ, ഗുണനിലവാര പരിശോധനകൾ തുടങ്ങിയ സങ്കീർണമായ നിയമങ്ങളാകും ഇവ. 1995 ശേഷം നേരിട്ടുള്ള നികുതികൾ പകുതിയോളം കുറഞ്ഞെങ്കിലും ഇത്തരം നിയമപരമായ തടസ്സങ്ങൾ ഇന്ന് ലോക വ്യാപാരത്തിന്റെ 90% ബാധിക്കുന്നുണ്ട്. കർശനമായ ഈ ചുവപ്പു നാടകൾ കാരണമാണ് ഇന്ത്യയുടെ പല വ്യാപാര കരാറുകളും വെറും 25% മാത്രമായി ഒതുങ്ങിപ്പോകുന്നത്. ഒരു രാജ്യം ഇറക്കുമതി നികുതി പൂർണ്ണമായും ഒഴിവാക്കിയാലും സുരക്ഷാനുമതിക്കായി ഒരു ഉൽപ്പന്നത്തെ വർഷങ്ങളോളം കാത്തു നിർത്തിയാൽ അതിനെ യഥാർത്ഥ സ്വതന്ത്ര വ്യാപാരം എന്ന് വിളിക്കാൻ പറ്റുമോ? ഹോർമൂസ് കടലിടുക്കിലെ പോരാട്ടം. ലോകത്തിന്റെ എണ്ണപ്പാത നിയന്ത്രിക്കുന്നതാര്? ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനപാത പെട്ടെന്ന് തടസ്സപ്പെട്ടാൽ എങ്ങനെയുണ്ടാകും? പേർഷ്യൻ ഉൾക്കടലിലെ സമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ലോകത്തെ 1/5 എണ്ണ വിതരണവും കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ അടുത്തിടെ ഒരു താൽക്കാലിക സമാധാന കരാർ ഒപ്പുവെച്ചു. ഇതനുസരിച്ച് അമേരിക്ക തങ്ങളുടെ നാവിക ഉപരോധം മാറ്റുകയും ഇറാന് എണ്ണ വിൽക്കാൻ അനുമതി നൽകുകയും ചെയ്യും. പകരം പ്രധാന പാതയിൽ കിടക്കുന്ന അപകടകരമായ കടൽ മൈനുകൾ നീക്കം ചെയ്യാൻ ഇറാന് 30 ദിവസത്തെ സമയം ലഭിക്കും. ചർച്ചകൾ തുടരുന്നതിനാൽ 60 ദിവസത്തേക്ക് കപ്പലുകൾക്ക് സൗജന്യമായി കടന്നുപോകാം. എന്നാൽ ഭാവിയിൽ ഈ വഴിയിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്ന് ടോൾ ഈടാക്കാനും ഈ പാതയുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കാനും ഇറാൻ ശ്രമിക്കുന്നത് വലിയ ആഗോള തർക്കത്തിന് കാരണമായിട്ടുണ്ട്. അന്താരാഷ്ട്ര സമുദ്ര നിയമമായ അൺക്ലോസ് അനുസരിച്ച് ഇത്തരം തന്ത്രപ്രധാനമായ കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾക്ക് സൗജന്യവും തടസ്സമില്ലാത്തതുമായ യാത്രാ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അവിടെ ഫീസ് ഈടാക്കാൻ പാടില്ല. എന്നാൽ അമേരിക്കയോ ഇറാനോ ഈ നിയമം പൂർണ്ണമായും അംഗീകരിച്ച് ഇല്ലാത്തത് വലിയ നിയമപ്രതിസന്ധിയാണ്. തങ്ങളുടെ എണ്ണയുടെ പകുതിയും കൃഷിക്ക് ആവശ്യമായ വളങ്ങളും ഈ വഴിയിലൂടെ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഇറാന്റെ ഈ നീക്കത്തിൽ വലിയ ആശങ്കയുണ്ട്. ഒരു രാജ്യം അന്താരാഷ്ട്ര പാതയിൽ ടോൾ പിരിച്ചാൽ നാളെ മലാക്ക കടലിടുക്ക് പോലുള്ള മറ്റ് പ്രധാന പാതകളിലും ഇതേ അവസ്ഥ വരില്ലേ? വവ്വാലുകളുടെ നിഴലിൽ ഒളിച്ചിരിക്കുന്ന ആ അപകടം എന്താണ്?
പഴന്തീനി വവ്വാലുകളുടെ ഉള്ളിലുള്ള ഒരു കുഞ്ഞു വൈറസ് ഇപ്പോൾ വലിയ വാർത്തയായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിപ്പ വൈറസ് എന്ന് വിളിക്കുന്ന ഇത് കേരളത്തിൽ വീണ്ടും ഒരാൾക്ക് സ്ഥിരീകരിച്ചതോടെയാണ് ഡോക്ടർമാർ കടുത്ത ജാഗ്രതയിലായത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു സൂണോട്ടിക് രോഗമാണിത്. ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് എന്ന വലിയ പഴന്തീനി വവ്വാലുകളാണ് ഇതിന്റെ ഉറവിടം. ഈ വൈറസ് ഉള്ളിലുണ്ടെങ്കിലും വവ്വാലുകൾക്ക് രോഗം വരാറില്ല. 2018 കേരളത്തിൽ ആദ്യമായി നിപ്പ വന്നപ്പോൾ അത് ആശുപത്രികൾ വഴിയാണ് പടർന്നത്. ഇതിനെ നൊസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് വിളിക്കുന്നു. അന്ന് 91% മരണനിരക്ക്. എന്നാൽ ഇപ്പോൾ ഈ രീതി മാറി. വവ്വാലുകൾ കടിച്ച പഴങ്ങളിലൂടെയോ മറ്റു നേരിട്ട് മനുഷ്യരിലേക്ക് പകരുന്ന ഒറ്റപ്പെട്ട സ്പിൽ ഓവർ സംഭവങ്ങളാണ് കൂടുതലായി ഉണ്ടാകുന്നത്. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് ഇത് കൂടുതൽ കാണുന്നത്. കാരണം വവ്വാലുകളുടെ പ്രജനന കാലമായതിനാൽ ഉണ്ടാകുന്ന ശാരീരിക സമ്മർദ്ദം മൂലം അവയിൽ നിന്ന് വൈറസ് പുറന്തള്ളപ്പെടുന്നത് ഈ സമയത്താണ്. ഇതിനെ പ്രതിരോധിക്കാൻ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം ഒന്നിച്ച് സംരക്ഷിക്കുന്ന വൺ ഹെൽത്ത് രീതിയാണ് കേരളം നടപ്പാക്കുന്നത്. മനുഷ്യവാസമുള്ള ഇടങ്ങളിലാണ് ഈ വവ്വാലുകൾ ജീവിക്കുന്നത് എന്നതിനാൽ ഇവയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ പ്രകൃതിയെ നശിപ്പിക്കാതെ മനുഷ്യർക്കും വവ്വാലുകൾക്കും എങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ കഴിയും? മണിപ്പൂരി ചിത്രത്തിന്റെ നിശബ്ദ നിലവിളി. മണിപ്പൂരിൽ നിന്നുള്ള ഒരു സിനിമ അടുത്തിടെ ലോക ചരിത്രം കുറിച്ചത് നിങ്ങൾക്കറിയാമോ? ലക്ഷ്മിപ്രിയ ദേവി സംവിധാനം ചെയ്ത ബൂങ് എന്ന ചിത്രം കുട്ടികളുടെ വിഭാഗത്തിൽ പ്രശസ്തമായ ബാഫ്റ്റ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ സിനിമയായി മാറി. വടക്കുകിഴക്കൻ ഇന്ത്യയുടെ സാമൂഹിക പശ്ചാത്തലം മനോഹരമായി ദൃശ്യവൽക്കരിച്ചതിലൂടെയാണ് ഈ ചിത്രം ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ഇന്ത്യ മ്യാൻമാർ അതിർത്തിയെ കാണാതായ തന്റെ പിതാവിനെ അന്വേഷിച്ചു പോകുന്ന ബൂങ് എന്ന കൊച്ചു ബാലന്റെ കഥയാണ് ഇതിന്റെ ഇതിവൃത്തം. എന്നാൽ ഇതിനപ്പുറം വ്യത്യസ്ത ജനവിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെയും പുരുഷാധിപത്യം മൂലം സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെയും സിനിമ തുറന്നു കാട്ടുന്നു. ചരിത്രപരമായ മണിപ്പൂരിലെ സ്ത്രീകൾ വലിയ സാമ്പത്തിക ശക്തികളാണ്. അവർ സ്വന്തമായി മാർക്കറ്റുകൾ നടത്തുകയും ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ ന്യൂപ്പി ലാൻഡ് പോലുള്ള വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയധികം സ്ത്രീ ശാക്തീകരണം ഉണ്ടായിട്ടും ബഹുഭാര്യാത്വം പോലുള്ള സമ്പ്രദായങ്ങൾ അവിടെ ഇന്നും നിലനിൽക്കുന്നു. തന്റെ പിതാവ് മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കുകയാണെന്ന് ബൂങ് തിരിച്ചറിയുന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് സമൂഹത്തിന് നേരെയുള്ള ഒരു വലിയ ചോദ്യചിഹ്നമാണ്. പുറം ലോകത്ത് സ്ത്രീകളെ ശക്തരായ നേതാക്കളായി കാണുന്ന ഒരു സമൂഹം വീടിനുള്ളിൽ അവർ നേരിടുന്ന അസമത്വങ്ങളെ ഇനിയും കാണാതിരിക്കുന്നത് എങ്ങനെയാണ്? വിറ്റിലിഗോ, അവഗണനയിൽ നിന്ന് ആത്മവിശ്വാസത്തിലേക്ക്. നിങ്ങളുടെ ചർമ്മത്തിന്റെ നിറം കാരണം മാത്രം സ്കൂളിൽ എല്ലാവരും നിങ്ങളെ മാറ്റി നിർത്തുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. ശരീരത്തിൽ വെളുത്ത പാടുകൾ ഉണ്ടാക്കുന്ന ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാത്ത ഒരു അവസ്ഥയായ വിറ്റിലിഗോ നേരിടുന്ന കുട്ടികളുടെ അവസ്ഥ ഇതാണ്. വരാനിരിക്കുന്ന 2026 ജൂൺ 25 ലോക വിറ്റിലിഗോ ദിനത്തിനോട് അനുബന്ധിച്ച് ഈ വിഷയം ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയാണ്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം ചർമ്മത്തിന് നിറം നൽകുന്ന മെലനോസൈറ്റ്സ് എന്ന കോശങ്ങളെ തെറ്റായി നശിപ്പിക്കുന്ന അവസ്ഥ. ഇതിനാൽ ചർമ്മത്തിലെ നിറം നഷ്ടപ്പെടുത്തുന്നു. ഇത് ശരീരത്തിന് മറ്റു ദോഷങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാനസിക വിഷമം വളരെ വലുതാണ്. ഈ രോഗം അശുദ്ധി കൊണ്ടോ പകരുന്നത് കൊണ്ടോ ഉണ്ടാകുന്നതല്ല. ശരിയായ ശാസ്ത്രം മനസ്സിലാക്കി ഇത്തരം കൂട്ടുകാരെ ചേർത്തു നിർത്തിയാൽ ഈ വിവേചനം നമുക്ക് ഇല്ലാതാക്കാം. ശരീരത്തിലെ ചെറിയൊരു വ്യത്യാസം കൊണ്ട് ഒരാളുടെ സ്വഭാവം മാറുന്നില്ലെങ്കിൽ ബാഹ്യരൂപം നോക്കി ഒരാളുടെ മൂല്യം നിശ്ചയിക്കുന്ന രീതി നമ്മൾ എന്നാണ് മാറ്റുക? സ്വതന്ത്ര കപ്പൽപാതയുടെ അന്ത്യം, ഹോർമുസ് കടലെടുക്കും, ആഗോള ഊർജ പ്രതിസന്ധിയും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തതുപോലെ ലോകശക്തികളുടെ വളർച്ചയ്ക്ക് പിന്നിൽ എപ്പോഴും കടൽ മാർഗമുള്ള വ്യാപാരത്തിന്റെ നിയന്ത്രണമായിരുന്നു. ഇന്ന് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ തുടർന്ന് ലോകത്തിലെ 1/3 പ്രകൃതിവാതകവും 20% എണ്ണയും കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് എന്ന ജലപാതയുടെ പൂർണ്ണമായ നിയന്ത്രണം പേർഷ്യൻ ഗൾഫ് സ്ട്രേറ്റ് അതോറിറ്റി വഴി ഇറാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. താൽക്കാലിക ഇളവുകൾ ഉണ്ടെങ്കിലും കപ്പലുകൾക്ക് മുൻപുണ്ടായിരുന്ന സ്വതന്ത്ര യാത്രാവകാശം ഇനിയില്ല. ഇന്ത്യ തങ്ങളുടെ 90% LPG വാതകവും ഇതിലൂടെ ഇറക്കുമതി ചെയ്യുന്നതിനാൽ ഈ തടസ്സം ഇന്ത്യൻ ഇന്ധന കമ്പനികൾക്ക് പ്രതിദിനം 650 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി. UAE പോലുള്ള രാജ്യങ്ങൾ ഈ കടലിടുക്കിനെ ആശ്രയിക്കാത്ത
പുതിയ ബദൽ പൈപ്പ് ലൈനുകൾ നിർമ്മിക്കുമ്പോൾ ഇന്ത്യയും ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ധനം എത്തിക്കാനും ഇറാന്റെ തന്നെ ചാംഹാർ തുറമുഖം പോലുള്ള ബദൽ മാർഗങ്ങൾ വേഗത്തിൽ വികസിപ്പിക്കാനും നിർബന്ധിതരായിരിക്കുകയാണ്. ഒരു കടൽപാതയുടെ നിയന്ത്രണം കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ കഴിയുമെങ്കിൽ വികസന രാജ്യങ്ങൾക്ക് എങ്ങനെ ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് സ്വയം സുരക്ഷിതരാകാൻ കഴിയും? എന്തുകൊണ്ട് 3 പുതിയ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ ലോക ശ്രദ്ധ നേടുന്നു? ആയിരക്കണക്കിന് കിലോമീറ്റർ കടൽ ഒരു രാജ്യം എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കുന്നത്? ഇന്ത്യൻ നാവികസേന കൊൽക്കത്തയിൽ ഒരേ സമയം 3 പ്രധാന യുദ്ധക്കപ്പലുകൾ പുറത്തിറക്കിയതാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ഒന്നാമത്തേത് INS സംശോധൻ ആണ്. ഇത് ഹൈഡ്രോഗ്രാഫിക് സർവേ, കടലിന്റെ അടിത്തട്ടിലെ ഭൂപ്രകൃതിയും ആഴവും അളക്കുന്ന രീതി വഴി കടൽ തീരം കൃത്യമായി മാപ്പ് ചെയ്ത് നാവികസേനയുടെ കണ്ണായി പ്രവർത്തിക്കുന്നു. രണ്ടാമത്തേത് INS അഗ്രേ ആണ്. ഇത് ലിറ്ററൽ വാട്ടേഴ്സ്, തീരത്തോടടുത്തുള്ള ആഴം കുറഞ്ഞുള്ള കടൽ ഭാഗം ഒളിച്ചിരിക്കുന്ന അന്തർവാഹിനികളെ കണ്ടെത്തുന്ന ഒരു സുരക്ഷാ കവചമാണ്. മൂന്നാമത്തേത് INS ദൂനഗിരി ആണ്. ഇത് ബ്ലൂ വാട്ടർ ഓപ്പറേഷൻസ്, ആഴക്കടലിലെ ദീർഘദൂര സൈനിക നീക്കങ്ങൾ നടത്താൻ ശേഷിയുള്ള അത്യാധുനിക സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് യുദ്ധക്കപ്പലാണ്. ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച 75% സ്വദേശി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ആഗോള വ്യാപാരത്തിലെ കടൽപാതകൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നിരിക്കെ കടലിനടിയിലെ ഈ കപ്പലുകളുടെ നിരീക്ഷണ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നടപ്പാതയോ വോട്ട് രേഖപ്പെടുത്തലോ വോട്ടവകാശം ഒരു മൗലിക അവകാശമാകേണ്ടതുണ്ട്. സ്കൂളിലേക്ക് നടക്കുമ്പോൾ ഒരു നടപ്പാതയിലൂടെ നടക്കാനുള്ള നിങ്ങളുടെ അവകാശത്തിന് വോട്ട് ചെയ്യാനുള്ള അവകാശത്തെക്കാൾ കൂടുതൽ നിയമബലമുണ്ടെന്ന് അറിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? 2026 ജൂണിലെ സുപ്രീം കോടതി വിധിയോടെ ഈ ചർച്ച രാജ്യത്ത് വീണ്ടും സജീവമായിരിക്കുകയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19, 21 എന്നിവ പ്രകാരം നടപ്പാതയിലൂടെ നടക്കാനുള്ള അവകാശം ഒരു മൗലിക അവകാശമായി കോടതി പ്രഖ്യാപിച്ചു. എന്നാൽ നമ്മുടെ വോട്ടവകാശം ഇപ്പോഴും 1951 ജനപ്രാതിനിധ്യ നിയമം വഴിയുള്ള ഒരു നിയമപരമായ അവകാശം മാത്രമാണ്. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട രഹസ്യ ബാലറ്റ്, നോട്ട എന്നിവ മൗലിക അവകാശങ്ങളുടെ പരിധിയിലാണെങ്കിലും വോട്ട് ചെയ്യാനുള്ള അവകാശം ഇതിൽ ഉൾപ്പെടുന്നില്ല. ഈ ചർച്ചയ്ക്ക് 1947 ഭരണഘടനാ നിർമ്മാണ സഭയുടെ കാലത്തോളം പഴക്കമുണ്ട്. അന്ന് ഡോക്ടർ BR അംബേദ്കർ വോട്ടവകാശത്തെ മൗലിക അവകാശമാക്കാൻ ശക്തമായി വാദിച്ചെങ്കിലും പ്രായോഗിക കാരണങ്ങളാൽ വോട്ട് ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ 326 ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിലാണ് അന്ന് നേതാക്കൾ എത്തിയത്. പിന്നീട് 2023 അനു ബരൻവാൾ കേസിൽ ജസ്റ്റിസ് അജയ് രസ്തോഗിയും വോട്ടവകാശം ഒരു മൗലിക അവകാശമാണെന്ന് വിയോജന വിധിയിലൂടെ വ്യക്തമാക്കിയിരുന്നു. വോട്ടവകാശം മൗലിക അവകാശമായാൽ വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രത്യേക തീവ്രമായ പുതുക്കൽ പ്രക്രിയയിലൂടെ പൗരന്മാരുടെ പേരുകൾ അന്യായമായി വെട്ടിമാറ്റപ്പെടുന്നത് തടയാൻ സാധിക്കും. കൂടാതെ വോട്ടർമാർക്ക് ആർട്ടിക്കിൾ 32 പ്രകാരം നേരിട്ട് സുപ്രീം കോടതിയെ സമീപിച്ച് ഉയർന്ന നീതിന്യായ പരിശോധന നേടാനും ഇത് സഹായിക്കും. നമ്മൾ നടക്കുന്ന പാതയ്ക്ക് നിയമം പൂർണ്ണമായും സംരക്ഷണം നൽകുന്നുവെങ്കിൽ നമ്മൾ ചെയ്യുന്ന വോട്ടിന്റെ ശക്തിക്കും അത്തരം ഒരു ഉറപ്പ് നൽകേണ്ടതില്ലേ? ശാസ്ത്രമോ നിയമമോ പിതൃത്വത്തിന്റെ വലിയ കടങ്കഥ. ഒരു കുട്ടിയുടെ നിയമപരമായ പിതാവ് ആരാണെന്ന് നിശ്ചയിക്കാൻ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ഒരു നിയമപരമായ വിവാഹത്തെ മറികടക്കാൻ കഴിയുമോ? ഇന്ത്യയിലെ നിയമങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ കുട്ടിയുടെ സാമൂഹിക സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിയിരുന്നതിൽ ഇന്ന് വ്യക്തിയുടെ സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിലേക്ക് അത് മാറിയതായി കാണാം. ഭാരതീയ സാക്ഷ്യ അധിനിയമം 2023 പ്രകാരം വിവാഹ ജീവിതത്തിൽ ജനിക്കുന്ന കുട്ടി നിയമപരമായി ആ ദമ്പതികളുടേതാണെന്നാണ് നിയമം ഉറച്ചു വിശ്വസിക്കുന്നത്. കുട്ടികളെ സാമൂഹികമായി മാറ്റി നിർത്തലുകളിൽ നിന്ന് സംരക്ഷിക്കാനാണിത്. വെറും കൗതുകത്തിന് വേണ്ടി DNA പരിശോധന അനുവദിക്കില്ലെന്ന് ഗൗതം കുന്ദു, ബനാറസി ദാസ് എന്നീ കേസുകളിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ രോഹിത് ശേഖർ കേസിൽ പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ DNA പരിശോധനയ്ക്ക് വിധേയനാക്കിക്കൊണ്ട് സത്യം കണ്ടെത്താൻ ശാസ്ത്രത്തെ ഉപയോഗിക്കാമെന്ന് കോടതി തെളിയിച്ചു. പിന്നീട് KS പുട്ടുസ്വാമി വിധിയിലൂടെ ജനിതക വിവരങ്ങൾ ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള മൗലികമായ സ്വകാര്യത അവകാശമായി മാറി. ഇതോടെ DNA പരിശോധനയ്ക്ക് മുൻപ് അതിന്റെ നിയമസാധുതയും ആനുപാതികതയും കോടതികൾക്ക് കർശനമായി പരിശോധിക്കേണ്ടി വന്നു. തുടർന്ന് വന്ന
അപർണ ഫിരോദിയ, ഇവാൻ രത്തിനം കേസുകളിൽ DNA പരിശോധന എന്നത് അവസാന വഴി മാത്രമാണെന്ന് കോടതി വ്യക്തമാക്കി. ഒടുവിൽ CP, AP കേസിൽ മറ്റ് തെളിവുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ കുട്ടിയുടെ സ്വത്തിനും അവകാശത്തിനും വേണ്ടി സുപ്രീം കോടതി DNA പരിശോധന അനുവദിച്ചു. ശാസ്ത്രം കൃത്യമാണെങ്കിലും മറ്റു എല്ലാ നിയമപരമായ വഴികളും അടയുമ്പോൾ മാത്രമേ അത് ഉപയോഗിക്കാവൂ എന്നാണ് കോടതി നിലപാട്. ശാസ്ത്രത്തിന് കുടുംബ രഹസ്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയുമെങ്കിലും അത് ഒരു കുടുംബത്തിന്റെ സമാധാനം തകർക്കുമെങ്കിൽ നിങ്ങൾ എന്തിനാണ് മുൻഗണന നൽകുക? ശാസ്ത്രീയ സത്യത്തിനോ അതോ കുടുംബത്തിന്റെ സമാധാനത്തിനോ? കൃഷി മാലിന്യം കത്തിക്കുന്നത് മണ്ണിലെ പൊന്ന് വിളയിക്കുമോ? എല്ലാ വർഷവും ടൺ കണക്കിന് വൈക്കോലും കൃഷി മാലിന്യങ്ങളും പാടത്തിട്ട് കത്തിക്കുന്നത് PM2.5 പോലുള്ള വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. എന്നാൽ ഈ മലിനീകരണം പൂർണ്ണമായി ഒഴിവാക്കാൻ ഒരു വഴിയുണ്ട്. കൃഷി മാലിന്യങ്ങൾ വായുവില്ലാത്ത ഒരു പ്രത്യേക അറയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് പൈറോളിസിസ്. ഓക്സിജൻ ഇല്ലാത്തതിനാൽ ഇത് കരിയായി മാറില്ല, മറിച്ച് കാർബണിനെ മണ്ണിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന കരി പോലെയുള്ള പദാർത്ഥങ്ങളാണ് ബയോചാർ. ഇതൊരു സ്പോഞ്ച് പോലെ പ്രവർത്തിച്ച് മണ്ണിലെ ജലാംശം 25% വിളവ് 30% വരെ കൂട്ടുന്നു. അന്താരാഷ്ട്ര VM0042 പ്രോട്ടോകോൾ വഴി കാർബൺ ക്രെഡിറ്റ് നേടി കർഷകർക്ക് ഇതിലൂടെ അധിക വരുമാനം ലഭിക്കും. വരും തലമുറയ്ക്കായി ഹരിതഗൃഹ വാതകങ്ങളെ മണ്ണിൽ കൂട്ടിയിടാൻ ഈ ബയോചാറിന് കഴിയുമെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഇത്തരത്തിൽ വേറെ ഏതൊക്കെ മാലിന്യങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും? പോലീസിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കേസ് വീണ്ടും അന്വേഷിക്കാനാകുമോ? പോലീസ് ഒരു കേസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ കുറ്റം തെളിഞ്ഞാൽ ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ തെളിവല്ലെങ്കിൽ കേസ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. ഇന്ത്യയിൽ പഴയ CRPC നിയമങ്ങൾക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന പുതിയ നിയമങ്ങൾ വന്നതോടെ ഈ വിഷയം ഇപ്പോൾ വലിയ ചർച്ചയാണ്. പുതിയ BNSS നിയമത്തിലെ സെക്ഷൻ 193 പ്രകാരം കോടതിയിൽ ഫൈനൽ റിപ്പോർട്ട് നൽകി കഴിഞ്ഞാൽ പോലീസിന് സ്വന്തം ഇഷ്ടപ്രകാരം വീണ്ടും അന്വേഷണം നടത്താനോ അധിക റിപ്പോർട്ട് സമർപ്പിക്കാനോ അധികാരമില്ല. പൗരന്മാരുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 സംരക്ഷിക്കുന്നതിനായി തുടർ അന്വേഷണത്തിന് മുൻപ് പോലീസ് നിർബന്ധമായും കോടതിയുടെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതി അനുമതി ഇല്ലാതെ വെറും ഭരണപരമായ ഉത്തരവുകളുടെ മാത്രം പുറത്ത് പോലീസ് നടത്തുന്ന തുടർ അന്വേഷണങ്ങളും കണ്ടെത്തുന്ന തെളിവുകളും നിയമവിരുദ്ധവും അസാധുവുമാണ്. പോലീസ് പൗരന്മാരെ അനാവശ്യമായി പീഡിപ്പിക്കുന്നത് തടയുന്ന അന്തിമ കാവൽക്കാരൻ കോടതിയാണെങ്കിൽ ഭരണാധികാരികൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് കേസും വീണ്ടും തുറക്കാമെന്ന സാഹചര്യം വന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് എന്ത് സംഭവിക്കും? ഡോളർ ഇടപാട് ഇന്ത്യൻ ബാങ്കുകൾ ലോകത്തിൽ നിന്ന് കടമെടുക്കുന്നത് എങ്ങനെ? നിങ്ങൾക്ക് ബിസിനസ്സുകൾക്ക് വായ്പ നൽകാൻ വലിയൊരു തുക വേണം. പക്ഷേ നാട്ടുകാരോട് ചോദിക്കുന്നതിന് പകരം ലോകമെമ്പാടുമുള്ള ധനികരിൽ നിന്ന് നിങ്ങൾ പണം കടമെടുക്കുന്നു എന്ന് കരുതുക. ഇതാണ് ഇപ്പോൾ വാർത്തകളിൽ. ഇന്ത്യയിലെ HDFC ബാങ്ക് അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് $750 മില്യൺ, ഏകദേശം 7000 കോടി രൂപ സമാഹരിച്ചിരിക്കുകയാണ്. ആഗോള നിക്ഷേപകർക്ക് നൽകുന്ന ഔദ്യോഗിക വായ്പാ കരാറുകളായ ബോണ്ടുകൾ വഴിയാണ് ഇത് ചെയ്തത്. ഇവ ഡോളർ അടിസ്ഥാനമാക്കിയുള്ള സീനിയർ അൺസെക്യൂർഡ് നോട്ടുകൾ എന്ന് വിളിക്കുന്നു. അതായത് വായ്പ US ഡോളറിലാണ്. ബാങ്ക് പൂട്ടിയാൽ ഈ നിക്ഷേപകർക്ക് ആദ്യമേ പണം തിരികെ കിട്ടും. എന്നാൽ ബാങ്കിന്റെ പ്രത്യേക ആസ്തികളൊന്നും ഇതിനായി ഈട് നൽകിയിട്ടുമില്ല. 5.067% എന്ന മികച്ച കൂപ്പൺ നിരക്കിൽ നൽകിയ ഈ ബോണ്ടുകളിലെ കാലാവധി 2026 ജൂൺ 24 മുതൽ 2031 ജൂൺ 24 വരെയുള്ള 5 വർഷമാണ്. ഈ നിരക്ക് US ഫെഡ് നിരക്കിനേക്കാൾ വെറും 125 ബേസിസ് പോയിന്റ് മാത്രമാണ് കൂടുതൽ. കുറഞ്ഞ പലിശയ്ക്ക് വിദേശ പണം നേടാൻ സഹായിക്കുന്ന ഇന്ത്യയിലെ പ്രത്യേക സാമ്പത്തിക മേഖലയായ IFSC പ്ലാറ്റ്ഫോമുകളിലാണ് ഇവ ലിസ്റ്റ് ചെയ്യുന്നത്. ഈ ബോണ്ടുകൾക്ക് സുരക്ഷിതമായ ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ് റേറ്റിംഗ് ലഭിച്ചതോടെ മറ്റ് ഇന്ത്യൻ ബാങ്കുകൾ ഇപ്പോൾ വിദേശത്തു നിന്ന് പണം സമാഹരിക്കാൻ ഒരുങ്ങുകയാണ്. ഈടുകളൊന്നും ഇല്ലാതെ തന്നെ ആഗോള നിക്ഷേപകർ ഈ ബോണ്ടുകൾ വാങ്ങി എന്നതിൽ നിന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കരുത്തിനെ ആഗോള സാമ്പത്തിക ലോകം എത്രത്തോളം വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വിയർക്കണോ അതോ കുടിക്കണോ? ഫ്രാൻസിലെ മദ്യനിരോധനത്തിന് പിന്നിലെ ശാസ്ത്രം.
അത്യുഷ്ണം താങ്ങാനാവാതെ നമ്മുടെ ശരീരം വലയുമ്പോൾ ശരീരത്തിന്റെ സ്വന്തം കൂളിംഗ് സിസ്റ്റം തന്നെ തകരാറിലായാൽ എന്താകും അവസ്ഥ? ഫ്രാൻസിൽ കടുത്ത ചൂടിനെ തുടർന്ന് 5D ലാ മ്യൂസിക് എന്ന വൻകിട സംഗീതോത്സവത്തിനിടയിൽ 35 പ്രദേശങ്ങളിൽ പൊതുസ്ഥലങ്ങളിലെ മദ്യപാനം പ്രധാനമന്ത്രി സെബാസ്റ്റ്യൻ ലൊക്കോർണു നിരോധിച്ച വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. 15,000-ഓളം പേരുടെ ജീവനെടുത്ത 2003 യൂറോപ്യൻ ഉഷ്ണതരംഗത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ഈ മുൻകരുതൽ. സാധാരണയായി കടുത്ത ചൂടിൽ ശരീരത്തിൽ വെള്ളം നിലനിർത്താൻ സഹായിക്കുന്നത് വാസാപ്രസിൻ എന്ന ഹോർമോണാണ്. എന്നാൽ മദ്യം ഒരു ഡൈയൂററ്റിക് ആയി പ്രവർത്തിച്ച് ഈ ഹോർമോണിന്റെ തന്നെ പ്രവർത്തനം തടയുകയും ശരീരത്തിൽ നിന്ന് അമിതമായി വെള്ളം പുറന്തള്ളിച്ച് പെട്ടെന്ന് നിർജ്ജലീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. കൂടാതെ മദ്യം കഴിക്കുമ്പോൾ ചർമ്മത്തിന് താഴെയുള്ള രക്തക്കുഴലുകൾ വികസിക്കുന്ന വാസിഡിലേഷൻ സംഭവിക്കുന്നു. ഇത് പുറമേയുള്ള ചൂട് ശരീരം കൂടുതൽ ആഗിരണം ചെയ്യാൻ ഈടാക്കും. തലകറക്കം പോലുള്ള ലക്ഷണങ്ങൾ തിരിച്ചറിയാനുള്ള തലച്ചോറിന്റെ ശേഷിയും മദ്യം കുറയ്ക്കുന്നു. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ രാത്രിയിലും ചൂട് നിലനിർത്തുന്ന അർബൻ ഹീറ്റ് ഐലൻഡ് ഇഫക്റ്റ് തടയാൻ പാരീസിലെ പാർക്കുകൾ 24 മണിക്കൂറും തുറന്നിട്ടിരിക്കുകയാണ്. ഇതുപോലെ കടുത്ത ഒരു ഉഷ്ണതരംഗം നിങ്ങളുടെ നാട്ടിൽ ഉണ്ടായ ജനങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യുന്ന പൊതുജനാരോഗ്യ മാറ്റം എന്തായിരിക്കും?